അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. LP സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറച്ച് ദിവസമായി രാപ്പകൽ സമരവും ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരവും നടക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഇക്കാലത്ത് 4 അക്ഷരം പഠിച്ചോ അവൻ പോക്ക. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുടെ പിന്തുണയുണ്ട്. DYFI നേതാക്കൾ പിന്തുണ അർപ്പിച്ച് പല തവണയായി എത്തിയിരുന്നു. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. DYFI ഇതിനകത്ത് DYFIയുടെ സ്റ്റാൻഡ് എന്താണ്? ഞങ്ങൾ അതിശക്തമായ സമരത്തിലേക്ക് കടന്നു വരും. ഇയാളെ കെട്ടിയെടുത്തേ പെട്ടിയെടുക്കാൻ മറന്നുപോയി. ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോകുന്നു. ചേട്ടാ പ്ലീസ്, ആവശ്യമില്ലാത്ത പൊല്ലാപ്പെടുത്ത് തല വെക്കരുത്. ഒരു അടിയന്തരമായി ആവശ്യപ്പെടുന്നത് ഞങ്ങളെ കേൾക്കണം, ഞങ്ങളുമായി ജനാധിപത്യപരമായ ഒരു ഡിസ്കഷന് തയ്യാറാകണം. അതിന് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലേ ഈപ്പച്ച മുതലാളിക്ക് നമ്മളോടൊരു സിമ്പതി വരൂ. VK സനോജ് തന്നെ രേഖാമൂലം DYFI എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു, എന്നിട്ട് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ പറഞ്ഞ വാക്കുണ്ട്. അന്ന് ശ്രീ KC വേണുഗോപാൽ ഇവിടെ അന്ന് ഒരു സമരം കിടക്കായിരുന്നു. അന്ന് സമരത്തിലേക്ക് വീഡിയോ കോളിൽ വന്നിട്ട് കൊടുത്ത ഉറപ്പുണ്ട്. അന്ന് UDFന്റെ വിവിധ നേതാക്കൾ ഇവിടെ വന്ന് അവർ കൊടുത്ത ഉറപ്പുണ്ട്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്കാർക്കും തറവാട്ടി വന്ന് നിൽക്കാനോ നോക്കാനോ നേരമില്ലാത്തോണ്ടല്ലേ. ഇത് പരിഹരിക്കാവുന്ന വിഷയമാണെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മണിക്കൂറുകൾ കൊണ്ട് ഇത് പരിഹരിക്കും എന്നും ഇവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചാൽ മതി. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഇനി എന്തെങ്കിലും പറഞ്ഞ തന്റെ മണ്ടയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. ചായയും കുടിച്ച് താടിയും തടവി വെറുതെ അഭിപ്രായം പറയുന്നു. അതായത് മുഖ്യമന്ത്രി ഇവർക്ക് കൊടുത്ത ഉറപ്പുണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണല്ലോ പറഞ്ഞത്. അത് തന്നെയല്ലേ ഈ മോലാളി പറഞ്ഞത്. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? അപ്പോൾ വാക്കിനെ കുറിച്ചൊക്കെ വലിയ നിലയിൽ പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് അദ്ദേഹം കൊടുത്ത വാക്ക് പാലിക്കുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന സമരം ചെയ്യുന്ന ആളുകൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ച് ഇവരെ കേൾക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന്റെ പ്രതിനിധി എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. ഈ സമരഗേറ്റ് മുമ്പിൽ തന്നെയാണ് ഇവർ കിടക്കുന്നത്. അപ്പോൾ സമരഗേറ്റെല്ലാം തുറന്ന് ജനാധിപത്യത്തിന്റെ പുതിയ വായു ശ്വസിക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു, എന്റെ ഭരണത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ സമരം കാണാതെ പോവുകയാണ്. അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞു നേരാ, ഇത് വട്ട് തന്നെ മുഴുവട്ട്.